എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് പരിപാടി. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകണം നമ്മുടെ 50 നോട്ടാണ്ട. അതായത് സിംഗപ്പൂരിലുള്ള 50 നോട്ടിൻ്റെ ഉള്ളിൽ എന്തോരം സീക്രറ്റ്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകി. അപ്പോൾ എൻ്റെ അടുത്ത് 2 നോട്ടാണ് ഉള്ളത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് സിംഗപ്പൂരിൻ്റെ നാഷണൽ എംബ്ലമാണ്. അതായത് സിംഹം, പുലി, ഒരു ഷീൽഡ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എംബ്ലം. മാജുല സിംഗപ്പൂർ ആയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാം ഫെമിലിയർ ആണ് ആ എംബ്ലത്തിനെ പറ്റി. അപ്പോൾ സിംഗപ്പൂരിലത്തെ നാഷണൽ ലാംഗ്വേജ് മലയാണ്. കുറേ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും മലയാണ് നാഷണൽ ലാംഗ്വേജ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ സിംഗപ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യമേ നോട്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിംഗപ്പൂരിൽ ഇതെങ്ങനെ ഈ തമിഴ് റൈറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്വന്തം തമിഴിനെ സിംഗപ്പൂരിൽ എല്ലാ നോട്ടിലും എഴുതി വെച്ചേക്കാണ്. ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ടൈനി ആയിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ മെറ്റാലിക് സ്ട്രിപ്പ് കണ്ട എല്ലാവരും കാണാൻ പറ്റും നമ്മുടെ എല്ലാ നോട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ വരെ എഴുതി വെച്ചേക്കണേ. അതൊന്നും ആർക്കും ഫേക്ക് അടിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ള ഉറപ്പിൽ ഇവരെ എഴുതി വെച്ചേക്കണേ. മനസ്സിലായി? തമിഴ് കേട്ടോ, തമിഴ് എല്ലാ ലാംഗ്വേജൊക്കെ എഴുതി വെച്ചേക്കേ. പിന്നെ ഇത് 50 നോട്ടാണ്. ഒരു 3600 രൂപ വരും നമ്മുടെ നാട്ടിലത്തെ. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസഫ് ബിൻ ഇഷാഖ്, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് സിംഗപ്പൂരാണ്. അപ്പോൾ പുള്ളിയുടെ ഈ പോർട്രേറ്റിൻ്റെ സെയിം പോർട്രേറ്റ് ഇത് ഈ വൈറ്റ് കളറിൽ ഉണ്ട് കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യമുണ്ട് അതൊക്കെ. പിന്നെ ഇവിടെ 3 ഡോട്ട് വാട്ടർ മാർക്ക് ഉണ്ട്. ഇവിടെ ഉള്ള വാട്ടർ മാർക്ക് ഉണ്ടല്ലോ, ഈ നമ്മുടെ ബ്ലൈൻഡൊക്കെ കണ്ടുപിടിക്കണം, ബ്ലൈൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സാധനം സെയിം ഇവിടെയും ഉണ്ട് കേട്ടോ. നമുക്ക് വിഷ്വലി അപ്പുറത്ത് നിഴലടിക്കണ ഒരു സാധനമാണ് അതുള്ളത്. പിന്നെ ഈ ഉള്ള മെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളോട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ തലയുടെ ഈ സൈഡിലായിട്ട് യെല്ലോ ഡോട്ട്സ് ഉണ്ട്. കുറേ പാറ്റേണുള്ള യെല്ലോ ഡോട്ട്സ് ഉണ്ട്. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. എന്തിനാണത് അവിടെ ഉള്ളതെന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. പല ATMലും പല മെഷീൻസിലും പല പ്രിൻ്റർ വരെ ഓൾറെഡി പ്രോഗ്രാംഡാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ സാധനം വേറൊരാൾക്കും കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഈ സാധനം വെച്ചേക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സീരിയൽ നമ്പറൊക്കെ UV ലൈറ്റിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിളങ്ങും. അങ്ങനെ പല, അതായത് ഇത് ഈ നോട്ടിൻ്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടിയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും ഡീറ്റെയിലിംഗ് ആണ് ഈ നമ്മുടെ 50 നോട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. അതായത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കണ്ട, ചൈനീസിൻ്റെ ഒരു പൈപ്പ് ഉണ്ട്, മലയുടെ ഒരു ഡ്രം ഉണ്ട്, നമ്മുടെ സ്വന്തം ഇന്ത്യൻ വീണ വരെയുണ്ട് ഈ നോട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തത്. അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഇതിൽ കാണിക്കേണ്ടത്. അതായത് വെസ്റ്റേൺ വയലിൻ, അങ്ങനെ വെസ്റ്റേൺ വയലിൻ, അതിന് വയലിൻ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൾച്ചറും ഒരുമിച്ച് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് കാണിച്ചതിൻ്റെ ഒരു നോട്ടും കൂടിയാണ് ഇത്. അപ്പോൾ വേറൊരു വീഡിയോ കാണാൻ വെച്ചു. ബൈ.